ഹാർവസ്റ്റ് ഫെസ്റ്റിവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ചെറിയൊരു മിമിക്രിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ക്ഷമിക്കും എന്ന വിശ്വാസത്തോടു കൂടി പരിപാടിയിലേക്ക് കടക്കാം. മിമിക്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മലയാള സിനിമയിലെ കുറേ നടന്മാരുടെ ശബ്ദവും രൂപവും ഭാവവും, അതേപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഉന്നതരായ വ്യക്തികളുടെ രൂപവും ഭാവവും ഒക്കെയാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ കൊച്ചു കേരളത്തിലെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ, നമ്മുടെ കേരളത്തിലെ പക്ഷിമൃഗാദികളുടെ ശബ്ദം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരുപാട് ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. എന്നാൽ അതിലൂടെ നമുക്കൊന്ന് ചെറുതായി ഒന്ന് കടന്നു ചെല്ലാം. ആദ്യമായി കാലത്തെണീറ്റ് കഴിഞ്ഞാൽ പശുവിനെ കറക്കാൻ തൊടുക്കലേക്ക് എന്നപ്പോൾ പശുവിനെ കറന്നത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് കുളിക്കുവാനായി പുഴയിലേക്ക് ചെന്നപ്പോൾ ഒരു തവളയുടെ കരച്ചിൽ ഞാൻ ശ്രദ്ധിച്ചു. ഇതേ തവളകൾ മഴക്കാലത്ത് ചെളിവെള്ളം കെട്ടിക്കിടന്നാൽ അതിൽ ഒരുപാട് തവളകൾ ഒരുമിച്ചിരുന്ന് കരഞ്ഞാൽ എങ്ങനെയാന്ന് നോക്കാം. പുഴക്കരത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ദൂരത്തുനിന്ന് ഒരു നാടൻ പട്ടിയുടെ കുരക്കൽ ഞാൻ കേട്ടു. കുളി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കട്ടിനടിയിൽ നിന്ന് മറ്റൊരു തവള. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. ഈ ഫോൺ ബെല്ലടി കേട്ട് ഉറങ്ങിക്കിടന്നിരുന്ന പിഞ്ചു കുഞ്ഞ് കരഞ്ഞു. അങ്ങനെ എൻ്റെ സുഹൃത്ത് എന്നെ വീട്ടിൻ്റെ പുറത്തുനിന്ന് എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ച് പുള്ളിക്കാരൻ്റെ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ എൻ്റെ വീട്ടിലൊരു പട്ടി കുറച്ചു. പട്ടി പോമറേനിയൻ പട്ടിയായിരുന്നു. വീട്ടുമുറ്റത്തെത്തിയപ്പോൾ കൂട്ടിലുണ്ടായിരുന്ന 2 പോമറേനിയൻ പട്ടി ഒരുമിച്ച് കുറച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് നോക്കിയപ്പോൾ താറാവ് വീട്ടുമുറ്റത്തോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വന്നു. അത് കഴിഞ്ഞ് മുട്ടനാട് എന്നെ നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ട് നോക്കി നിൽക്കുന്നു. ഞാൻ പിണ്ണാക്ക് വെള്ളം മുട്ടനാടിന് വെച്ചു കൊടുത്തു. മുട്ടനാട് പിണ്ണാക്ക് വെള്ളം കുടിച്ചപ്പോൾ ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. പിണ്ണാക്ക് വെള്ളം കുടിച്ചപ്പോൾ വയറ് നിറഞ്ഞപ്പോൾ മുട്ടനാടിന് ഒരു പാട്ട് പാടുന്ന ഒരു ആഗ്രഹം തോന്നി. പാട്ട് പാടിയത് ജാസി ഗിഫ്റ്റിൻ്റെ ലജ്ജാവതി എന്നുള്ള പാട്ട് ഈ മുട്ടനാട് പാടി. അത് കഴിഞ്ഞ് ഇതൊക്കെ കേട്ട് നാടൻ പട്ടി വിശപ്പ് മാറാതിരുന്നപ്പോൾ നാടൻ പട്ടി ആകെ ബോറടിച്ച് വശക്കേടായപ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോകാൻ വരികയാണ്. ബൈക്ക് സുസുക്കി സാമ്രായായിരുന്നു. അങ്ങനെ ഞാൻ എത്തിയത് ചന്തയിലെത്തിയപ്പോൾ ആദ്യം ഞാൻ ഒരു തട്ടുകടയുടെ മുമ്പിലെത്തി. തട്ടുകടയിൽ ഒരു
ഒരു ഓംലേറ്റ് ഓർഡർ ചെയ്തപ്പോൾ പുള്ളിക്കാരൻ ആദ്യം ഒരു മുട്ട എടുത്തു, സ്പൂണ് കൊണ്ട് മുട്ട പൊട്ടിച്ചു, ഗ്ലാസ്സിലോട്ട് വീണു, ഉപ്പിട്ട് ഇളക്കി. അങ്ങനെ ഓംലേറ്റ് കഴിച്ചതിന് ശേഷം എനിക്കൊരാഗ്രഹം തോന്നി, ചന്തയിലെത്തിയപ്പോൾ മരണക്കിണറൊന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ മരണക്കിണർ കാണാനായി ടിക്കറ്റ് എടുത്ത് കയറി നോക്കിയപ്പോൾ മരണക്കിണർ ഇങ്ങനെയായിരുന്നു. ആദ്യം പുള്ളിക്കാരൻ മേലെ ബൈക്ക് റേസ് ചെയ്തുകൊണ്ട് കാണികളെ കൂട്ടാൻ വേണ്ടിയുള്ള റേസ് ചെയ്ത് പിടിക്കുകയായിരുന്നു. ബൈക്ക് മറിഞ്ഞു. അത് കഴിഞ്ഞ് കവലയിലെത്തിയപ്പോൾ ഒരു തീവണ്ടിയും സ്കൂട്ടറും കുതിരവണ്ടി 3 ഒരുമിച്ച് പോകുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പിന്നീട് നാട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് എത്തിയത് കുവൈറ്റിലായിരുന്നു. കുവൈറ്റിലെത്തിയപ്പോൾ ആദ്യമായി കണ്ടത് ഈ പ്രകൃതി രമണീയമായ ശബ്ദങ്ങളും ഇതൊന്നും കേൾക്കാൻ പറ്റിയില്ല. ആകപ്പാടെ പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദമാണ് കുവൈറ്റിലെത്തി ഫ്ലൈറ്റ് ഇറങ്ങി റോഡിലൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ ആദ്യം കേട്ടത്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ റൂമിലെത്തിയപ്പോൾ റൂമിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് റോഡിൽ ശിവാല ബോക്സിൽ നിന്ന് 2 പൂച്ചകൾ ഫൈറ്റിങ്ങിനുള്ള തയ്യാറെടുപ്പാണ്. പൂച്ചകൾ പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആദ്യം അവരുടെ ലാംഗ്വേജ് സംസാരിച്ചത് പക്ഷേ അത് മറവിയായി മാറി. ആദ്യം സംസാരിച്ച അസ്സലാം വലൈക്കും വലൈക്കും അസ്സലാം, ഫൈറ്റിങ്ങിന് മുമ്പ് ഇത് തന്നെ സംസാരിച്ചത്. നമ്മളിവിടെ എത്തിയത് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ 2013 കാണാൻ അബ്ബാസിയ ഇന്റർഗേറ്റഡ് സ്കൂളിലെത്തി. അവിടെ എത്തിയപ്പോൾ നമ്മുടെ പ്രശസ്തരായ ഗായകന്മാരുടെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് വേണ്ടി പാടാനെത്തിയത് നമ്മുടെ എസ് ജാനകിയമ്മ വന്നിവിടെ പാടി. അത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നീടെത്തിയത് നമ്മുടെ മറ്റൊരു പ്രശസ്തനായ ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം പാടി ഹിറ്റാക്കിയ ഒരു പാട്ടിൻ്റെ ആദ്യത്തെ ഒരു മ്യൂസിക് ഞാൻ നിങ്ങളുടെ മ്യൂസിക്കിലൂടെ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പം ഏകദേശം പിടികിട്ടിട്ടാണോ ആരാണ് ആ ഗായകനല്ല? എന്നിട്ട് പിടികിട്ടാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൊന്നും പാടി മനസ്സിലാക്കില്ല. ചീരി മഴ നനഞ്ഞപ്പോൾ ഒടിമുടി വല്ല നിന്റെ മൊഴിയിൽ കുറുമ്പിന്റെ പേരിൽ ഒന്ന് കടിച്ചോ, നിന്റെ മനസ്സിന്റെ മധുരത്തെ കുറിച്ചോ. പിന്നീട് മറ്റൊരു ഗായികയാണ് സ്പെഷ്യൽ ആളാ. പിന്നീട് ഇവിടെ എത്തി നമുക്ക് വേണ്ടി മലയാള സിനിമയിലെ കുറേ താരങ്ങൾ ഇവിടെ അണിനിരന്നു. അവരുടെ ശബ്ദം നമുക്കൊന്ന് പരിചയപ്പെടാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യമായി എത്തിയത് കഥാ, തിരക്കഥാ, സംഭാഷണം എന്നിവ കൂടാതെ അഭിനയത്തിന്റെ കാര്യത്തിലും താൻ ഒട്ടും പിറകിലല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞ മലയാള സിനിമയിലെ കറുത്ത മുത്ത്
വിശേഷിപ്പിക്കുന്ന ശ്രീനിവാസൻ. അച്ഛൻ അത് വഴി വന്നപ്പോ ഞാൻ ഇത് വഴി പോയി, അച്ഛൻ ഇത് വഴി വന്നപ്പോ ഞാൻ അത് വഴി പോയി. എന്തായിരുന്നു? കുളിക്കുവാനുള്ള വെള്ളം ചൂടാക്കുന്നു, ഏത്തപ്പഴം പുഴുങ്ങുന്നു, കോഴിയെ ഓടിക്കുന്നു, മുട്ടയിടയ്ക്കുന്നു, സ്വന്തം ഭർത്താവിനെ ഒറ്റുകൊടുക്കുന്ന ഭാര്യ ശ്യാമളെ പാടുന്ന കുട്ടി. പിന്നീട് മലയാള സിനിമയിലെ ഒരു കൊച്ചു മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ കൊച്ചു പ്രേമൻ. എനിക്ക് പോക്കുവെച്ചിരിക്കുന്ന പാടില്ല, ഞാൻ ജീനിയസ്. പിന്നീടെത്തിയത് മലയാള സിനിമയിലെ മറ്റൊരു നായകനായ ശ്രീ നെടുമുടി വേണു. എന്തായിപ്പോ ഇനിയിപ്പോ കണ്ടിട്ടും കേട്ടിട്ടും എന്താ ഫലം? മരിച്ചുപോയ എന്റെ കുട്ടൻകുട്ടി എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഇക്കൊല്ലം 10 നാളിൽ ദേവിയെ കീർത്തനം പാടി എഴുന്നള്ളിക്കാൻ മാളികപ്പുരയിലെ കുളികൾ നീറമെടുത്ത് വന്ന് ഞാൻ ആരെയാണ് സ്വന്തം ആരാ ഉടവാള ഏറ്റുവാക്കാൻ? പിന്നീടെത്തിയത് മലയാള സിനിമയിലെ കുഞ്ഞുനാളിലെ മലയാള സിനിമയുടെ ഹരമായി മാറിയ ശ്രീ ബൈജു. തോട്ടത്തിൽ പന്നി കയറുന്നു പറഞ്ഞാൽ നമ്മൾ ഉടനെ ചെല്ലണം, അല്ലെ പന്നിയെ കണ്ടുകൊണ്ടു അല്ലെ മുളച്ചത്. പിന്നീടെത്തിയത് മലയാള സിനിമയിലെ മറ്റൊരു നായിക നമ്മളെ വിട്ടുപോയി, ഫിലോമിന ചേച്ചി. പിന്നീടെത്തിയത് മറ്റൊരു നായികയാണ്, നമ്മുടെ TV ചാനലിലൊക്കെ ജഡ്ജായി വന്നിരുന്ന കൽപ്പന. അയ്യോ, എന്റെ ഇതികളെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുന്നല്ലോ എന്ന് മാതാവേ, ഞാൻ നോക്കി വെച്ചിരിക്കുന്ന ക്ലാസ് കൊണ്ട് ചെരുപ്പ് അടിച്ചോ മലയാള സിനിമയുടെ പരുക്കൻ ശബ്ദത്തിന്റെ ഉടമയായ ശ്രീ ജനാർദ്ദൻ. വെടികെട്ട് വെടികെട്ട് ഇതാ തൊള്ളപ്പുറങ്ങള തങ്കപ്പുറ തല്ലി വിളിക്കണ മുട്ടുകാല്. അയ്യോ എന്റെ പറക്കണതകള് അവന്റെ കാല തല്ലി വിളിക്കാൻ പറഞ്ഞത്. എന്നോട് കളിച്ചാൽ മലയാള സിനിമയിലെ പരുക്കൻ ശബ്ദത്തിന്റെ മറ്റൊരുടമയാണ് ശ്രീ MS തൃപ്പൂണിത്തറ. തങ്കപ്പണി കറി കളിച്ച് വന്നത് അച്ഛൻ പറഞ്ഞ് ശരിയാ. കാണില്ല കണ്ട് തീരിക്കണ വസ്തുവില്ല മാറി എന്താ സാധനം? ഇത് തന്നെ സാധനം ഇരിക്കണം മുടിയും. അവസാനമായി മലയാള സിനിമയിലെ കൊടക്കമ്പി എന്നറിയപ്പെടുന്ന ഇന്ദ്രൻ. കുട്ടി കാര്യം ഞാൻ ഇവിടുത്തെ വേലക്കാരനും ഈ ഇവിടുത്തെ വേലക്കാരിയുമാണ്. നമ്മളെ ഇപ്പോ ആരെങ്കിലും കണ്ടാ കുഴപ്പമാ. എന്റെ കരളിന്റെ കരളായ കുയിലെ നീ എന്റെ കൂടെ വാ, നമുക്ക് ചരലിൽ കിടന്നുള്ള. പ്രിയ ക്ലാസ്സിലേക്ക് ഇതോടുകൂടി എൻ്റെ ഈ പരിപാടി അവസാനിച്ചു.